മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ സത്യദീൻ വളരെ ഗൗരവമായി മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ദാവൂദുൽ ഹക്കീമിനെ പറ്റി കവിത എഴുതി, മൗലിദ് എഴുതി ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്. മറ്റൊരു മൗലിദ് എഴുതിയത് മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ അവരുടെ പ്രത്യേകത എന്താ? അവർ ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലായി. 90 ലക്ഷം ആളുകളാണ് സത്യദീനിലേക്ക്, സത്യദീനിന്റെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് വന്നത്. 90 ലക്ഷം ആളുകൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് കയറി വന്നു. ആര് വന്നപ്പോൾ? ഖാജ വന്നപ്പോൾ. ഈ മഹാന്മാരെ അപദാനങ്ങൾ വീട് വീടാന്തരം ചൊല്ലുകയും പറയുകയും ചെയ്യുന്ന ശൈലി ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് മാറ്റമുണ്ടായി. ചിന്തിക്ക്, പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാലും മഹാന്മാരായ സ്വാലിഹീങ്ങൾ അമ്പിയാക്കന്മാരുടെ കഥകൾ അനവധിയാ. എണ്ണി എണ്ണി അമ്പിയാക്കന്മാരെ കഥ ഇങ്ങനെ ഖുർആൻ അടിക്കടി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? വദ്കുർ ഫിൽ കിതാബി മറിയം വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ്. മഹാനായ ഇദ്രീസ് നബിയുടെ കഥ കാണാം, ബഹുമാനപ്പെട്ട സക്കരിയ നബിയുടെ കഥ കാണാം, മഹാനായ സയ്യിദുനാ യഹ്യ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ കാണാം, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹൂദ്, സയ്യിദുനാ സ്വാലിഹ്, സയ്യിദുനാ ദാവൂദ്, സയ്യിദുനാ സുലൈമാൻ, ഇവരെല്ലാം കഥ പരിശുദ്ധ ഖുർആൻ എണ്ണി 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 പറഞ്ഞിട്ടുണ്ട്. എന്താ ലക്ഷ്യം? മനുഷ്യന്റെ ഖൽബ് നന്നാക്കുക. മഹാന്മാരുടെ അപദാനങ്ങൾ വളരെ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അപദാനങ്ങൾ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് മനുഷ്യന്റെ ഖൽബിൽ വ്യത്യാസമുണ്ടാവും. അപ്പോൾ മഹാന്മാരെ മനസ്സിലാക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. എന്ന ഖൽബ് നന്നാവും, അല്ലാഹുവിലേക്ക് മനുഷ്യൻ മടങ്ങും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ഇന്ന് മെല്ലെ 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 നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചതമ്പുരാന്റെ പരിശുദ്ധ സത്യദീനിന്റെ അടിത്തറ ഇതാ നാട്ടിൽ നിന്ന് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വീടുകളിൽ ഇസ്ലാമിയത്ത് നിഷേധിച്ചില്ലാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വീടുകളിൽ നിന്ന് ഇസ്ലാമിയത്ത് മറഞ്ഞുകൊണ്ടിരിക്കുന്നു. സിനിമകളും നാടകങ്ങളും ഇന്ന് വീട്ടിൽ അധികരിച്ചു. നിങ്ങൾ ചിന്തിക്കേ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ മനസ്സിലാക്കി, അവനവൻ കാണുന്നതും അവനവൻ കേൾക്കുന്നതും മനുഷ്യനെ വല്ലാതെ സ്വാധീനിക്കും. മനുഷ്യനെ അല്ലാത്ത അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യന് കണ്ണ് കാത് എന്നത് വലിയ ഗൗരവമാണ്. കണ്ണും കാതും നന്നായ മനുഷ്യൻ നന്നാവും, കണ്ണും കാതും നാശായ മനുഷ്യൻ നാശാവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യൻ നന്നാവാനുള്ള മാർഗം കണ്ണും കാതും നന്നാവുക. മുത്ത് റസൂൽ, ഉറക്കപ്പറ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇതാഅത്തിന്റെ മനസ്സോടെ കണ്ണിൽ കണ്ടവരൊക്കെ സ്വഹാബികളായി. അവരൊക്കെ നന്നായില്ലേ? കണ്ണുകൊണ്ട് നന്നായി. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണുകൊണ്ട് കണ്ടവരെല്ലാം നന്നായി. ഇതാഅത്തിന്റെ മനസ്സോടെ നല്ല റസൂലുള്ളാഹിക്ക് വഴിപ്പെടുന്ന ഒരു മനസ്സോടുകൂടെ നബിയെ കാണണം, കണ്ട നന്നായി. മുത്ത് മുഹമ്മദ് മുസ്തഫ പുണ്യം അസ്ഹാബികൻ നുജൂം ഫബിഅയ്ഹിം മുഖ്തദൈതും ഇഹ്തദൈതും ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. അവരിലാരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരെ എന്തേ
അവരുടെ കണ്ണുകൊണ്ട് അവർ നബിയെ കണ്ടു, അല്ലെങ്കിൽ നബിയുടെ കണ്ണുകൊണ്ട് നബി അവരെ കണ്ടു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഇത്താഅത്തിന്റെ മനസ്സോടുകൂടെ മുന്നിൽ നിന്നു. അപ്പോൾ നബി അവരെ നോക്കി കഴിഞ്ഞു. നബിയുടെ മജ്ലിസിൽ അവർ ഹാജരായി കഴിഞ്ഞു. സ്വഹാബിയായി. സ്വഹാബിയാരാണ്? സ്വഹാബിയെ പിൻപറ്റിയാൽ പോലും ഹിദായത്ത് ഉറപ്പാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അവരെങ്ങനെ നന്നായി? അവർ കണ്ണുകൊണ്ട് നന്നായി. നബിയുടെ കണ്ണുകൊണ്ട് അവരെ നോക്കി. അവർ നബിയുടെ മജ്ലിസിൽ ഹാജരായി. നന്നായി. ചിന്തിക്ക്. فجعلناه سميعا بصيرا فجعلناه سميعا بصيرا. ഒരു കൂട്ടര് കണ്ണുകൊണ്ടെണ്ണായി, ഒരു കൂട്ടർ ചെവി കൊണ്ടെണ്ണായി. ഏതാ ചെവി? കണ്ണുകൊണ്ട് കണ്ടില്ല, പക്ഷെ ചെവി കൊണ്ട് കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കണ്ണുകൊണ്ട് കണ്ടില്ല, പക്ഷെ ചെവി കൊണ്ട് കേട്ടു. ചിന്തിക്ക്. ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബറിനെ കണ്ണുകൊണ്ട് കണ്ടില്ല, ചെവി കൊണ്ട് കേട്ട്. കണ്ണുകൊണ്ട് കണ്ടാൽ ഖൽബ് നന്നാവും, കാണേണ്ട പോലെ കണ്ടാൽ ഖൽബ് നന്നാവും. ചെവി കൊണ്ട് കേൾക്കേണ്ടത് പോലെ കേട്ടാലും ഖൽബ് നന്നാവും. തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ, അല്ലാഹു തൗഫീഖ് തരട്ടെ. കണ്ടോരൊക്കെ നന്നായി. ഒരു കൂട്ടര്, ആ കാലക്കാര്, പിന്നീടുള്ളവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചെവി കൊണ്ട് മൗലിദ് ഓതി, വായോണ്ട് മൗലിദ് ഓതി, ചെവി കൊണ്ട് കേട്ടു. അപ്പോൾ കേട്ടോര് നന്നായി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്ക്. ഇതന്നെയാണ് അതിന്റെ മനഃശാസ്ത്രം. ഒന്നിരിക്കൽ കണ്ണുകൊണ്ട് കാണണം, അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കണം. അതേ സമയത്ത് സിനിമയും നാടകവും തോന്നിയാസവും ഡാൻസും എല്ലാ വൃത്തികേടും വീടായ വീട് മുഴുവൻ നിറച്ച് തമാടികളെയും മുഴുവനും വീടുകളിൽ ഇന്നത്തെ ഉപകരണത്തിലൂടെ ക്ഷണിച്ചു വരുത്തി മനുഷ്യന്റെ വീട് നാശായി, വീട്ടിന്റെ അകത്തളം നാശമായി. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മുഅ്മിനീങ്ങളെ, ഇത് തമാശ പറയല്ല, ചിന്തിക്ക്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യന് അക്കാദമിക്കൽ വിവരങ്ങളില്ല, പക്ഷെ ആവറേജ് മനുഷ്യന് സാധ്യമായതുകൊണ്ടാ കാണേണ്ടവരെ കണ്ട്, കേൾക്കേണ്ടവരെ കേട്ട്. ഇന്ന് കാണേണ്ടവരെ കാണുന്നും ഇല്ല, കേൾക്കേണ്ടവരെ കേൾക്കുന്നും ഇല്ല. പിന്നെ കാണാൻ പാടില്ലാത്തവരെ കാണുന്നു, കേൾക്കാൻ പാടില്ലാത്തവരെ കേൾക്കുന്നു. പടച്ചോൻ കാത്തി രക്ഷിക്കട്ടെ. അള്ളാഹു കാക്കട്ടെ. മനസ്സ് തുറക്കുക. അള്ളാഹു കാക്കട്ടെ. ഹൃദയം നന്നാവാണ്ട മരുന്ന് 5 എണ്ണമാണെന്ന് അതിക്കയിലുണ്ട്. ഹൃദയം നന്നാക്കാനുള്ള മരുന്ന് 5 എണ്ണമാണ്. ഒന്ന് ഖുർആൻ ഓതുക തന്നെ. വയറിനെ കാലിയാക്കുക തന്നെ. എപ്പോഴും ഖുർആൻ ഓതുക. 2 വയറ് കാലിയാക്കുക. 3 രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക. 5 കാര്യം കൊണ്ട് മനുഷ്യൻ നന്നായി തീരും. 1 ഖുർആൻ ഓതുക, 2 വയറ് കാലിയാക്കുക, 3 രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുക, 4 രാത്രിയുടെ അന്ത്യയാമത്തിൽ അല്ലാഹുവോട് ദുആ ചെയ്യുക. അല്ലാഹുവിനോട് യാചിച്ച് ദുആ ചെയ്യുക. അതാ 4. 5-മത്തെ കാര്യം എന്താ? 5-മത്തെ കാര്യം ശ്രേഷ്ഠന്മാരായ സാലിഹീങ്ങളുടെ മജ്ലിസുകളിൽ ഹാജരാവുക. സാലിഹീങ്ങളുടെ മജ്ലിസിൽ പോയിരിക്കുക. അപ്പോൾ കേൾക്കേണ്ടവരെ കേൾക്കുക, കാണേണ്ടവരെ കാണുക. ഇതാണ് മനുഷ്യന്മാർ ഒരു കാലഘട്ടത്തിൽ നന്നാവാനുള്ള അടിസ്ഥാനം.
ഈ അടിസ്ഥാനം അടുത്ത കാലഘട്ടങ്ങളിൽ നമ്മളെ വീടുകളിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ട്. നാശമായതിൽ നല്ലൊരു വിഭാഗം പെണ്ണുങ്ങളാണ്. വീട്ടിൽ അള്ളാഹുവിൻ്റെ വെളിച്ചം ഇന്ന് ഇല്ല. എന്തുകൊണ്ട് വീട്ടിൽ അള്ളാഹിൻ്റെ വെളിച്ചമില്ല? ഞാൻ പറഞ്ഞില്ലേ, കാണേണ്ടവരെ കാണുക, കേൾക്കേണ്ടവരെ കേൾക്കുക. ഇതാണ് സത്യത്തിൽ മനുഷ്യൻ നന്നാകുന്നതിൻ്റെ അടിസ്ഥാനം.